ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോയുടെ ഗ്ലാമർ വണ്ടി. നമുക്ക് എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഫിൽട്ടർ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സർവീസിന് വേണ്ടിയിട്ട് വന്നതാണ് വണ്ടി കേട്ടോ. അപ്പോൾ നിലവിൽ അതിൻ്റെ ജനറൽ സർവീസ്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, അതായത് കിലോമീറ്റർ ആയിട്ടില്ല, മാറ്റേണ്ട ടൈം ആയിട്ടില്ല. പിന്നെ വാട്ടർ സർവീസ്, അതേപോലെ ബാക്കിലത്തെ ഒരു ഇൻഡിക്കേറ്റർ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ ഒന്ന് മാറ്റിയിടണം. ഇത്രയും കേസാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ്. ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്, പക്ഷേ പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ഹബിനകത്ത് ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് അത് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. വീൽ ബെയറിങ്ങും ടയറിൻ്റെ കണ്ടീഷനൊക്കെ കുഴപ്പമൊന്നുമില്ല. വീൽ ബെയറിങ് ഓക്കെയാണ്. ടയർ ഈ പറഞ്ഞ രീതിയുടെ ഏകദേശം ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ വണ്ടി ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ചെയിൻ ലൂസ് ഉണ്ട് ചെറുതായിട്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിട്ടുണ്ട്. എയർ ഫിൽറ്റർ ജസ്റ്റ് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്, നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അതിൻ്റെ ട്യൂണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വിടുന്നുണ്ട്. വേറെ പറയത്തക്ക കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2024 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണ ബാറ്ററി. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടും ബാറ്ററി ടെസ്റ്റും കൂട്ടത്തേക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചാണ് കേട്ടോ. അപ്പോൾ നിലവിൽ അതിൻ്റെ ബാറ്ററി വോൾട്ട് നോക്കുമ്പോൾ 12.80 റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.15 വരെ വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല, ഉപയോഗിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. എഞ്ചിൻ്റെ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല. സ്പാർക്ക് പ്ലഗും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി അയച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. കാര്യമായിട്ട് മേജർ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് വാറണ്ടി പീരീഡിൽ കമ്പൽസറി ആയിട്ട് ജനറലായിട്ടുള്ള സർവീസ് കമ്പൽസറിയാണ്. അപ്പോൾ അതുകൊണ്ട് വാറണ്ടി സർവീസും കൂടി കൂട്ടത്തിൽ ചെയ്തു പോകണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ പൊട്ടി കിടണം. ഈ സൈഡ് ഇൻഡിക്കേറ്റർ ഒന്ന് മാറ്റിയിടാനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 4 മണിയൊക്കെ ആവും തീർന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കേട്ടോ. വാഷിംഗ് അടക്കം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 4 മണിയാവും എന്ന് വിചാരിക്കണം. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ആവും, ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.